തേങ്ങ അരയ്ക്കാതെ നല്ല തിക്ക് ഗ്രേവിയിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്ത് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചുവന്നുള്ളി, സവാള, പിന്നെ ഒരു തക്കാളി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റാം. ഉപ്പിടുന്നത് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് ഉപകാരപ്പെടും. അപ്പം ഇത്രയും നന്നായി വഴന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി അതേ ചട്ടി തന്നെ ഒന്നുകൂടെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ചുവന്നുള്ളിയും ഒരു തണ്ട് വേപ്പിലയും ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ചെമ്മീൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ ആവശ്യത്തിന് വേവായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവി നല്ല തിക്കിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തത്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒരു തള വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് അതിൻ്റെ മീതെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. എൻജോയ് ചെയ്യാം.